നമുക്ക് ഇവിടുന്ന് ലഭിച്ച സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് എങ്ങനെ എനിക്ക് ഒരു നന്ദിയോടെ ഈ നാടിനെ അറിയിക്കണം എന്നുള്ള ഒരുപാട് ആലോചിച്ചു. 33 വർഷം നീണ്ട UAE പ്രവാസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്താണ് UAEക്ക് തിരിച്ചു നൽകുക? അങ്ങനെ ഒരു വേറിട്ട സമ്മാനം നൽകിയാണ് ഹമീദ് മഹമ്മൂദ് എന്ന പ്രവാസി നാട്ടിലേക്ക് മടങ്ങുന്നത്. ഒരു അറബി പാട്ട്, ഒരു കിടിലൻ പാട്ട്. ഞാൻ 33 വർഷമായി ഈ UAEയിൽ ജീവിക്കുന്നു. എൻ്റെ സ്വന്തം നാട് കണ്ണൂർ പയ്യന്നൂരാണ്. ഞാൻ ശരിക്കും AIയിൽ ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിടക്കൊരു സ്റ്റക്കായി. അപ്പോഴാണ് ഞാൻ ഒരു പ്രൊമോ സോങ് പോലെ ഞാൻ പറഞ്ഞില്ല 30 സെക്കൻഡിൻ്റെ ഒരു സോങ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ അനുജൻ കുറച്ച് കാര്യങ്ങൾ എഴുതുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് മാറ്റം വരുത്തി ChatGPTയിലിട്ടു. അത് അറബിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതന്നെ ഒരു ആൽബം രീതിയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. ഇത്രയും കാലത്തെ ജീവിത അനുഭവങ്ങളിൽ നമുക്ക് ഇവിടുന്ന് ലഭിച്ച സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് എങ്ങനെ എനിക്ക് ഒരു നന്ദിയോടെ ഈ നാടിനെ അറിയിക്കണം എന്നുള്ള ഒരുപാട് ആലോചിച്ചു. ഒരു ഫേസ്ബുക്കിലോ അങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിട്ട് പോയായിരുന്നു. പക്ഷെ അതിനപ്പുറം മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് AI ജനറേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെ ആ ശ്രമം അത് ജെമിനിയുടെ സഹായത്തോടുകൂടി, ജെമിനി സാധാരണ ഒരു 30 സെക്കൻഡ് വീഡിയോ മാത്രമേ ജനറേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് 3 മിനിറ്റുള്ള ഒരു സോങ് ജനറേറ്റ് ചെയ്തു. അത് നല്ല രസിക്കുന്ന സോങ് ആയിരുന്നു. അപ്പൊ പിന്നെ അതിനെ ഞാൻ ഒരു വിഷ്വൽ ചെയ്യാന്നുള്ള രീതിയിൽ ഏതാണ്ട് 2 മാസം ഞാൻ അത് വേണ്ടിയിട്ട് ശ്രമിച്ചു. വളരെ കഠിനമായിട്ട് ശ്രമിക്കേണ്ടി വന്നു. എന്നാലും നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് നല്ലൊരു റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ടും യൂട്യൂബിൽ കമൻ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അത് വളരെ സന്തോഷം. ഞാൻ അബുദാബിയിലായിരുന്നു 17 വർഷം ഉണ്ടായത്. ഇപ്പം 16 വർഷം ദുബൈയിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് സാധാരണ വണ്ടി നിർത്തിയിട്ടില്ല ആൾക്കാർ. പക്ഷെ ഇവിടെ ഒരു ലോക്കലാണെങ്കിൽ വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ പോകാനാണ് കഴിയും. അത് എൻ്റെ എന്നല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരെ എക്സ്പീരിയൻസ് ആണ്. അത് ഒരുപാട് പല രീതിയും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനുഭവമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അവരെന്തിനാണ് നമുക്ക് നിൽച്ചിരുന്നത്? നമുക്ക് അവർ വണ്ടി നിർത്തി നമ്മൾ ക്രോസ് ചെയ്യുന്ന അവരെന്തായിരിക്കും ആലോചിക്കുക? ഇവർ കടന്നു പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രിവിലേജ് തരാൻ എന്തായിരിക്കും അതിൻ്റെ കാരണം? ഖുർആനിലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആയത്തുണ്ട്, കറമല്ലാഹു ബനി ആദം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നേരെ അനുഭവമായത്. അതായത് ആ രീതിയിലാണ് നമ്മളവർ കാണുന്നത്. അല്ലാണ്ട് ഒരു പ്രവാസിയെന്നോ പുറത്തുനിന്ന് വന്ന ആൾക്കാരെന്നോ ഒരു രീതിയല്ല. നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ഒരു ഡോറ് കടക്കുന്ന സമയത്ത് നമ്മൾ വലുതാത്താണെങ്കിൽ ഔവലമീ എന്ന് പറഞ്ഞിട്ട് നമ്മളവർ കടത്തും. അത് എത്ര വലിയ ആൾക്കാരാണെങ്കിലും ആ ഒരു കൾച്ചർ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ ഫിസിക്കലി ഏകദേശം 5 വർഷം മുമ്പ് ആലോചിച്ച കാര്യമായിരുന്നു. പക്ഷെ നമുക്കൊരു ഫിസിക്കലി നമുക്ക് ചെയ്യാൻ കഴിയില്ല. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പെർമിഷൻ നമുക്ക് കിട്ടൂലല്ലോ. പിന്നീട് ഈ AI ഒക്കെ കുറച്ച് നമ്മൾ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് പറ്റിയൊരു സംഭവം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത്. ഇൻഷാ അല്ലാഹ് അതും കൂടി ചെയ്യണമെന്നാണ് വലിയൊരു ആഗ്രഹം. ഞാൻ 92 ആ വർഷത്തിൽ ഇവിടെ UAEയിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ 17 വർഷം അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ ഞാനൊരു ഇത്തിഹാദ് പ്രിൻറ്റിംഗ് പ്രസ്, ഇപ്പോൾ UPP, അവിടെ ഞാനൊരു 8 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ പോയി. ഇപ്പോഴും ഞാൻ ദുബൈ മസാർ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവിടെ തന്നെ മുഹമ്മദ് ബിൻ റാഷിദ് ഖുർആൻ പ്രിൻറ്റിംഗ് സെൻറ്റർ, അതും അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പലരോടും പറയും, ഒരു 15 വർഷം മുമ്പെല്ലാം നാട്ടിൽ പോയാൽ പറയും, നിങ്ങൾ ദുബൈയിൽ വന്ന് നിങ്ങൾക്ക് ഒരു വഴിയും മനസ്സിലാവില്ല, നിങ്ങൾ എവിടെ താമസ സ്ഥലം പോലും മനസ്സിലാവില്ല. അത്രമാത്രം ദുബൈക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേ മാറ്റം നമ്മുടെ നാടിന് സംഭവിച്ചിട്ടുണ്ട്. ഒരു 15 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകുന്ന ഒരാൾ നാടും മനസ്സിലാവില്ല, അയാൾ വീട് എവിടെയാണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവും. അത്രയും മാറ്റം നാടിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ ഈ മാറ്റത്തോടാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റം ഈ രാജ്യം കാരണം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാടല്ല, ലോകം മുഴുവനും. അപ്പോൾ അതിനാണ് ഈ നാടിൻ്റെ നന്മ ലോകം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട്.
ഒരുപാട് അനുഗ്രഹം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പാട്ടിൽ പറയാൻ ഉദ്ദേശിച്ചത്. എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാത്തിനും കുറച്ച് അറിയാം. പാട്ട് വേണമെങ്കിൽ അത്യാവശ്യം എഴുതും, പിന്നെ അത്യാവശ്യം സ്ക്രിപ്റ്റ് എഴുതും, അത്യാവശ്യം പിന്നെ ഫോട്ടോഗ്രാഫി അറിയാം, എഡിറ്റിംഗ് അറിയാം. പക്ഷെ ഒന്നിലും ഞാൻ കംപ്ലൈൻ്റ് അല്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമുക്ക് അതൊരു പ്രൊഫഷനായിട്ട് കൊണ്ടുപോയിരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നിലുമില്ല, കുറച്ചായിട്ടില്ല. അതൊരു വലിയൊരു വിഷമമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോഴും എനിക്ക് അതെല്ലാം ഉപകാരപ്പെട്ടു. അപ്പോൾ മക്കളെ അറിയുന്നുണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉപ്പ നാട്ടിൽ പോയിക്കും, കുറേ കാലമായില്ല ഇവിടെ നിൽക്കുന്നു. മകൻ ഇവിടെ 2 ആൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല മക്കളെ, ഇതിപ്പോൾ ഉപ്പാരെ കളിച്ച് നടക്കേണ്ട പ്രായമാണ്, ഉത്തരവാദിത്ത കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇനി എന്നെ കളിച്ച് നടക്കാൻ അനുവദിക്കുക. പിന്നെ എൻ്റെ വലിയൊരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്. ഒരു വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ദുരുപയോഗം ഉണ്ടല്ലോ, അതിന് ഒരു അവയർനെസ്സായി ഒരു മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ട്. അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ്, ആ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം. ഞാൻ പൊതുവെ ഒരു മടിയനാണ്. എൻ്റെ ഈ മടിയൻ എന്നെ കുത്തിക്കൊണ്ടെന്നാൽ എൻ്റെ സുഹൃത്ത് ഇദ്രീസ് പറഞ്ഞിട്ട്, ഇദ്രീസ് APK. പിന്നെ ഞാനിവിടെ തന്നെ ഞാൻ ചിലപ്പോൾ ചെയ്യും. ഇതൊരു സത്യത്തിൽ എളുപ്പമൊന്നുമല്ല കാര്യം. നമ്മൾ ഒരുപാട് എന്താ പറയുക, ഒരു മടുപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവനിങ്ങനെ വിളിച്ചു, ഇദ്രീസ് വിളിച്ചു, എന്തായിട്ട്. അപ്പോൾ അത്യാവശ്യം ക്ലിപ്പൊക്കെ അവനെ അയച്ചു കൊടുക്കും, ഇതൊക്കെ ആടാന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മതിയേടാ, കയ്യുന്നില്ല, പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, നീ വേണ്ട, നീ ആടെ ഇരുന്ന് നടക്കില്ല, നീ മടിയനാണ്, നീ ഇങ്ങോട്ട് വന്നിട്ട്. ഞാൻ കുറേ കാലം ഇത് ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് അവൻ്റെ ഫ്ലാറ്റ് പോയിട്ടാണ്. അപ്പം എന്നെ ഒരു മടിയാണ്, വേൾക്കുന്നൊരു തള്ളുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇതിനൊരു ക്രെഡിറ്റ് ഇദ്രീസിന് ആണ്.